റോഡ് തരാൻ പറയോ, പാലം കെട്ടി തരാൻ പറയോ, ഒന്നും അങ്ങനെ ചെയ്തേ ഇല്ല. എത്ര കൊല്ലത്തിനും ഒന്നും ചെയ്തിട്ടില്ല. உடம்பு சரியில்லாம போனாலும் அப்படித்தான். இங்கேருந்து ஆற்று தாண்டி போகணும்னா தூக்கிட்டு தான் போக முடியும். தண்ணி ரொம்ப வந்துருச்சுன்னா சில டைம் ஒரு நேரம் அரிசி இருக்காது, ஏதோ மளிகை சாமான் எதுவும் இருக்காது. പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിൽ വോട്ട് ചോദിക്കാനായി പോകുന്ന സ്ഥാനാർത്ഥിയും അണികളുമാണ് നമുക്ക് പുറകിലുള്ളത്. ഈ ചാല് കടന്ന് അപ്പുറത്തേക്ക് ചാവടിപ്പാറ ആദിവാസി ഊരാണ്. ശക്തമായ ഒരു മഴയോ മറ്റോ വന്നാൽ തീർത്തും ഒറ്റപ്പെടുന്ന മറ്റൊരു വഴിയും തന്നെ അവർക്ക് അവരുടെ നാട്ടിലേക്ക് തിരികെ പോകാനില്ല. മറ്റൊരു പ്രത്യേകത, ഈ പുഴയ്ക്ക് അപ്പുറം തമിഴ്നാടും ഇപ്പുറം കേരളവുമാണ്. ആകാശം, ചാവടിപ്പാറയുടെ ആകാശം തമിഴ്നാട്ടിന്റെ ഭാഗത്തും ഒപ്പം തന്നെ മണ്ണ് കേരളത്തിലുമായി വരുന്ന ഒരു ഊര് കൂടിയാണ് ചാവടിപ്പാറ. എന്തായാലും ചാവടിപ്പാറയിലേക്ക് നമുക്കും ഇവർക്കൊപ്പം തന്നെ നമ്മളും ചാവടിപ്പാറയിലേക്ക് പോവുകയാണ്. തമിഴ്നാട് അതിർത്തി കടന്ന് കോയമ്പത്തൂർ ജില്ലയിലെ കെ ചാവടിയിലൂടെ സഞ്ചരിച്ചു വേണം ചാവടിപ്പാറയിലെത്താൻ. ഊര് കേരളത്തിലാണെങ്കിലും ഊരിലേക്ക് എത്തേണ്ട വഴി തമിഴ്നാട്ടിലൂടെ. 6 കിലോമീറ്റർ റോഡിലൂടെയും 1.5 കിലോമീറ്റർ കാട്ടിലൂടെയും. കാടിനകത്തെ പുഴയാണ് വഴിയിലെ പ്രധാന വില്ലൻ. ശക്തമായൊരു മഴ പെയ്താൽ പുഴ കവിയും, വഴിയടയും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയില്ല. நாங்கள் காட்டுக்குள்ளே நேரம் நடந்து போய் சந்தரை வராமல் எத்திங்க ரேஷனில் அரிசி வாங்கி வச்சுட்டு சாருமாரை கூப்பிடுவேன். சாருமார்கிட்ட சொல்லி போட்டுட்டு வந்ததுன்னா அவங்க இங்கே வந்து மேட்டில் கொண்டு வந்து அரிசி கொடுப்பாங்க. ஆற்றுல தண்ணி போனாலும் சரி, தண்ணி இல்லாமல் இருந்தாலும் இதுக்குள்ளே தான் நாங்கள் இந்த சேத்துக்குள்ளே சுமந்துட்டு வர்றது. ரோடு இருக்குது, அப்படி வருது. அது ரோடு நல்லா இல்லை. பகல்லானா ஒரு வண்டியில் வச்சு இந்த இடத்துல தான் வண்டி ஏறணுங்க. நாங்கள் அதுதான் எங்களுக்கு கஷ்டம். മറ്റൊന്ന്, ഊരുനിവാസികൾക്ക് പതിവായി മാറിയ കാട്ടാന ശല്യമാണ്. അതിനാൽ ഒറ്റയ്ക്കുള്ള നടത്തവും ആരും ശീലമാക്കാറില്ല. ആനയെ പേടിച്ച് അതിരാവിലെയും സന്ധ്യാസമയവും പുറത്തേക്കിറങ്ങുന്നതും വിരളമാണ്. ഊരിലേക്കുള്ള വഴിയെ മയിലിനെയും വിവിധ വർഗത്തിലുള്ള കുരങ്ങിനെയും മലയണ്ണാനെയുമൊക്കെ കാണാം. ഒറ്റത്തവണ യാത്ര ചെയ്യുക അതിമനോഹരമാണ്. എന്നാൽ ഇവിടം ജീവിച്ചു തീർക്കുക എത്ര കഠിനമാണെന്ന് ഊരുനിവാസികൾ പറഞ്ഞു തന്നെ കേൾക്കണം. ചുറ്റും കാടിനാൽ മൂടപ്പെട്ട ഊരിൽ 14 കുടുംബങ്ങളാണുള്ളത്. വീടുകൾ ചിലതൊക്കെ സാമാന്യം ഭേദപ്പെട്ടതാണ്. കാട്ടിനുള്ളിലെ ജീവിതത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ചിലർ വികാരഭരിതരായി. നടന്നു പോകാൻ പോലും ഒരു വഴിയില്ലാത്തതിന്റെ രോഷവും ദുഃഖവുമെല്ലാം ആ വാക്കുകളിൽ നിറഞ്ഞൊഴുകി. ജീവിക്കുന്നത് കഷ്ടം, ரொம்ப கஷ்டம் தான் இருக்கிறது. கறிக்கெல்லாம் போச்சுன்னா ஆம்பளைகள்லாம் போயிட்டால் பொம்பளைக்கு தனியாக இருப்போம். ஆனால் சில சமயம் ஆனை வரும், யாரும் துணை இருக்க மாட்டாங்க. கஷ்டம்தான் இருக்கிறது. சில சமயம் கரண்ட் போனாலும் போகும், பொம்பளைக்கு தனியாக இருப்போம். ചെറുപ്പക്കാർ കരഞ്ഞെങ്കിൽ പ്രായമായവർ രൗദ്രം പൂണ്ടു. കോവിഡ് ലോക്ക്ഡൌൺ മരിച്ചു ജീവിച്ചതിനെപ്പറ്റി സഹോദരങ്ങളായ ചിന്നമണിയും പപ്പായും പറഞ്ഞത് ഇങ്ങനെ. அப்புறம் யாருமே கண்டுக்க மாட்டாங்க. இருந்தாலும் போலீஸ் உதவியும் உண்டு, ஐயசாமி. பின்ன மற்ற யாரும் கண்டுக்கிறதுமில்ல, எடுக்கிறதுமில்ல. எத்தனை மழை இருந்தாலும் ஆனால் இருந்தாலும் சரி, இந்த தடத்துல தான் போகணும், இந்த தடத்துலையும் தான் போகணும், வரணும். ரோடும் சரியில்லை. எத்தனை தண்ணி வந்தாலே ராசேஷ் அந்த போன வருஷம் அந்த மழைக்கு ராசேஷ் சாதனம் கொண்டு கொடுத்தது. ஏதோ தமிழ்நாட்டு ரோட்டில் இந்த இப்படி கடங்க முடங்க நாங்கள் வந்துட்டு இருக்கிறோம். இல்லைன்னா எங்களுக்கு அந்த கொரோனா டைம்லன்னா எங்களுக்கு ரொம்ப பயங்கர കഷ്ടமாக இருந்துச்சு. ഇപ്പം എല്ലാം പരവായില്ല എങ്ങൾക്ക്. പ്രളയ സമയത്തൊക്കെയും കയർ കെട്ടിയാണ് ഊരിലേക്ക് ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിച്ചത്. ഇവിടുള്ള 14 കുടുംബങ്ങളും ബന്ധുക്കളാണ്. കുട്ടികളെ ആരെയും പുറത്തുവിടാനാവില്ല. എല്ലാവരും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അടിയന്തരമായി ആശുപത്രി സേവനം വേണ്ടിവരുമ്പോഴാണ് ഇവർ തീർത്തും നിസ്സഹരായി പോകുന്ന മറ്റൊരു സമയം. ഇവിടെ നിന്ന് കാട്ടിൽ കൂടെ പോകണമെങ്കിൽ ரொம்ப റിസ്ക്കാണ്. ആനയൊക്കെ വരുന്നുണ്ട്. അത് കാരണം 4 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. അത് കാരണം ഞങ്ങൾ ഇന്ന് പുഴേനെ കടന്നിട്ട് തന്നെ പോകണം. ഇല്ല, ഞങ്ങൾ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. உடம்பு சரியில்லாமல் போனாலும் அப்படித்தான். இங்கேருந்து ஆற்று தாண்டி போகணும்னா தூக்கிட்டு தான் போக முடியும். നടന്നു പോകാൻ முடியாட்டி அப்படி தான் பண்ணுவாங்க. ആനയ്ക്കൊപ്പം പന്നിയും പുള്ളിമാനുമൊക്കെ ഇടയ്ക്കിടെ വന്നു പോകും.
ഇവറ്റകളുടെ ശല്യത്താൽ വാഴകൃഷി പൂർണ്ണമായും നിർത്തി. ഇപ്പോൾ പയറിനും രക്ഷയില്ല. മയില്, മാന്, പന്നി ശല്യം ഭയങ്കരമാണ്. എന്നിട്ട് എല്ലാ മൃഗങ്ങളും വന്ന് കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. വലിയ ഒറ്റ മാർഗ്ഗമില്ല. ഞങ്ങൾ എന്ത് കാണുന്ന പാടുപെട്ടാലും ഞങ്ങൾക്ക് കിട്ടുന്നത് പകുതി വെള്ളമേ കിട്ടുന്നത്. കൂടുതലൊന്നും ഞങ്ങൾക്കൊന്നും വരുന്നില്ല. കേരളത്തിലാണെങ്കിലും ഇവരുടെ ഭാഷയും സംസ്കാരവുമൊക്കെ തമിഴിനോട് ചേർന്നതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ട് ചോദിക്കാൻ മാത്രമാണ് ഇവർക്കിടയിലേക്ക് ജനപ്രതിനിധികളും സ്വയം അങ്ങനെ അവകാശപ്പെടുന്നവരുമൊക്കെ വന്നു പോകുന്നത്. ഓരോ തവണയും വഴിക്കായി വഴിയുണ്ടാക്കാമെന്ന ഉറപ്പു നൽകി തിരികെ മടങ്ങും. ഒടുവിൽ സന്ധ്യ മയങ്ങും മുന്നേ ഞങ്ങൾ തിരികെ ഇറങ്ങി. റോഡ് എത്തുന്നതിന് മുന്നേ കേൾക്കാമായിരുന്നു ഊരിൽ നിന്നും കാട്ടാന എത്തിയെന്നറിയിക്കാനുള്ള പടക്കത്തിന്റെ ശബ്ദം. നാലുപാടും കാടിനാൽ ചുറ്റപ്പെട്ട ഈ ഊരുനിവാസികളുടെ ജീവിതവും ലോകവുമെല്ലാം ഈ 68 ഏക്കർ ഭൂമിക്കുള്ളിൽ തന്നെയാണ്. വന്യമൃഗങ്ങളോട് നേർക്കുനേർ പോരാടുന്നതാണ് ഇവരുടെ ജീവിതം. വന്നുപോകുന്ന സ്ഥാനാർത്ഥികളോട് ഇവർക്ക് ഒന്നു മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ: പോകാനും വരാനും ഒരു നല്ല വഴി. ആ ആവശ്യവും നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.